Hello guys, welcome back to another video. Guys, ഇന്ന് നമ്മൾ ചെയ്യുന്ന ബിൽഡ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ബിൽഡ് എന്നൊന്നും പറയുന്നില്ല, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ക്യാബിനറ്റ് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാത്ത ഒരു മോഡലാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയിട്ടുള്ള കൂളമോസിൻ്റെ TD500 മെഷ് V2 ടൈപ്പ് C വേരിയൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡ് ഡെഫിനറ്റ്ലി നല്ലൊരു ബിൽഡ് തന്നെയാണ്. അത് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും ഈ ബിൽഡ് ആർക്കുള്ളതാണ്, എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഈ ചാനൽ കേട്ടോ, നമ്മളും നിങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഡു ഫോളോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. സോ ഗൈസ്, വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് and you're watching GeekBoZ TV. ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ മെയിൻ കീ ആയിട്ടുള്ള പ്രൊസസ്സറാണ് നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രൊസസ്സർ 5950X ആണ്. Ryzen 9 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് 5000 സീരീസിൽ കേട്ടോ. ഇപ്പോൾ 7000 ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7000 സീരീസിലോട്ടും ഡെഫിനറ്റ്ലി അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5950X 16 കോർ 32 ത്രെഡ്സ് ആണ് ഈ പ്രോസസ്സറിൻ്റെ ഏറ്റവും വലിയ ബീസ്റ്റ് ലൈക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, വിഷ്വലൈസേഷൻ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റുകൾക്ക് ആയിക്കോട്ടെ, വാട്ട് എവർ നിങ്ങൾ എന്ത് പർപ്പസിൽ കൊടുത്തു കഴിഞ്ഞാലും ഇതാണ് മാക്സ് 5000 സീരീസിൻ്റെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ 5950X സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ഗെയിമറിന് ഒരിക്കലും ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല 5950X എടുക്കാനായിട്ട്. നിങ്ങൾ ഗെയിമിംഗ്, സ്ട്രീമിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ ഇതെല്ലാം മാറ്റിയിട്ട് ഇനി വിഷ്വലൈസേഷൻ, 3D റെൻഡറിങ്, പ്രൊസസ്സർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5950X പോലത്തെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നോക്കാവുന്നതാണ്. ഗെയിമേഴ്സിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു സീരീസാണ് 5950X കേട്ടോ. ഗൈസ്, അടുത്തത് നമ്മുടെ മദർ ബോർഡാണ്. മദർ ബോർഡായിട്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് ആസൂസിൻ്റെ B550 സ്ട്രിക്സ് ഓഫ് ഗെയിമിംഗ് ആണ്. നിങ്ങൾക്കപ്പം ഞെട്ടി വിളിക്കുന്ന കുറേ പേരുണ്ടാവും, X570 ഉപയോഗിച്ചുകൂടായിരുന്നു, ഏറ്റവും കൂടിയ പ്രോസസ്സറിന് എന്തുകൊണ്ട് നിങ്ങൾ B550 കുറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരുടെ പറയുകയാണ്. മദർ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. പെർഫോമൻസിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക വേരിയേഷൻസ് നമ്മുടെ X570 ചിപ്സെറ്റിലും 550 ഇല്ല. അത് എസ്പെഷ്യലി നമ്മൾ 5950X ഓവർ ക്ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ B550 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് സ്ട്രിക്സ് ഓഫ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വിത്ത് എന്താ പറയുക നമ്മുടെ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഈ ഒരു ബോർഡിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിൽ വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു X570 എന്നല്ല ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് കിട്ടേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മദർ ബോർഡിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. ഗൈസ്, അടുത്തത് റാം ആണ്. റാമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 16 GB 2 സ്റ്റിക്കാണ്. ടോട്ടൽ 32 ആണ്. ഫ്യൂച്ചറിൽ ഒബ്വിയസ്ലി അവർക്ക് 64 GB അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു കസ്റ്റമറിൻ്റെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 16 GB 3200 MHz 2 സ്റ്റിക്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതും XPGയുടെ D60 ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റാമാണോ യൂസ് ചെയ്യാം, കോർസെയർ ആയിക്കോട്ടെ, G-Skill ആയിക്കോട്ടെ, വാട്ട് എവർ നിങ്ങൾ ഏത് യൂസ് ചെയ്യാനും കുഴപ്പമില്ല. ഈ ഒരു ബിൽഡിന് ലുക്കും കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ D60 ഉപയോഗിച്ചു എന്നതേ ഉള്ളൂ കേട്ടോ. ഗൈസ്, അടുത്തത് സ്റ്റോറേജ് ആണ്. ഒരു PC-യുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ വളരെ എന്താ പറയുക എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്റ്റോറേജ്. സ്റ്റോറേജിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് XPGയുടെ S70 ബ്ലേഡ് 1 TB SSD ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് പല SSDs നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ SSDസിൽ പ്രതീക്ഷ നമ്മൾ കിങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടുണ്ട്, XPG ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇതിന് രണ്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം? ഓക്കെ, കിങ്സ്റ്റൺ KC3000 നോക്കാവുന്നവർക്ക് KC3000 നോക്കാവും, ഇല്ലെങ്കിൽ XPGയുടെ S70 ബ്ലേഡ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ട് മോഡൽസ് ഉണ്ട് കേട്ടോ. എനിവേ ലൈക്ക് രണ്ടും പക്ഷേ ഫ്രീക്വൻസി വൈസ് സെയിം ആണെന്ന് തോന്നുന്നു. മെഗാഹെർട്സിൻ്റെ കുറച്ചും കൂടെ ചെറിയൊരു വ്യത്യാസം, സ്ലൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് KC3000 ഉണ്ടെന്നാണ് പ്രതീക്ഷ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി KC3000 നോക്കാവുന്നവർക്ക് അത് നോക്കാം. S70 ബ്ലേഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി 2 ചോയ്സസ് ആർ ദേ. പിന്നെ സാംസങ് തന്നെ വേണമെങ്കിൽ സാംസങ് നോക്കാം കേട്ടോ. ഗൈസ്, അടുത്ത വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഈ ഒരു ബിൽഡിൻ്റെ ഗ്രാഫിക്സ് കാർഡ്. ഗ്രാഫിക്സ് കാർഡിലായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് NVIDIAയുടെ RTX 3080 Ti ആണ്. ഈ 3080 Ti ഉപയോഗിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിൽ ഏറ്റവും എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ബിൽഡും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3080 Ti റീപ്ലേസ് ചെയ്തുകൊണ്ട് 4070 ഉപയോഗിക്കാം. പക്ഷേ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന കുറച്ച് മുമ്പായിരുന്നു, അപ്പം ബിൽഡ് ചെയ്ത സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4070 സീരീസ് ലോഞ്ച് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് 3080 Ti പോവേണ്ടി വന്നത്. ബട്ട് ഹൗസ് ഹൗവർ അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. PNVIDIAയുടെ RTX 3080 Ti 12 GB വേരിയൻ്റ് ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും 3080 Ti പറയുന്നില്ല, കാരണം NVIDIA ഇപ്പോൾ പ്രൊഡക്ഷൻസ് ഒക്കെ നിർത്തിയിട്ടുണ്ട്. 3060 Ti വരെയുള്ള കാർഡ്സാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 3070 Ti, 3080, 3080 Ti, 3090 ഇതെല്ലാം എൻ്റയർലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ 4070 ഇറങ്ങിയത് കൊണ്ടാണ് ഈ പറഞ്ഞ 4070 ആൻഡ് 4070 Ti കേട്ടോ. 40 സീരീസ് ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം
ഓൾഡ് ആയിട്ടുള്ള 30 സീരീസ് അവർ സ്റ്റോപ്പ് ചെയ്യും. അതേ രീതിയിലുള്ള കാര്യം മാത്രമേ ഇതിൽ നടന്നിട്ടുള്ളൂ. നിങ്ങൾ ഈ ബിൽഡ് കാണുമ്പോൾ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ ഇതാണ്. നിങ്ങൾ 3080 Ti മാറ്റി വയ്ക്കുക, 4070 12GB വേരിയൻറ്റ് എടുക്കുക. 60,000 തൊട്ട് 65,000 രൂപ വരെയാണ് മാർക്കറ്റിലെ പ്രൈസ്. അതുകൊണ്ട് തന്നെ യാതൊരു പേടിയും വേണ്ട. 4070 ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ബിൽഡിന് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന 3080 ഒരിക്കലും നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്. ഇത് കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ്, അടുത്തത് നമ്മുടെ ഈ ഒരു PC കൂൾ ചെയ്യാനായിട്ടുള്ള കൂളറാണ്. ലിക്വിഡ് കൂളർ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡീപ് കൂളിൻ്റെ LS720 വൈറ്റ് സീരീസ് ആണ്. LS720 ഉപയോഗിക്കാൻ കാരണം ഇതിൻ്റെ തെർമൽ ത്രോട്ട്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്തെറ്റിക്സ്ലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് കൂളറാണ് ഡീപ് കൂളിൻ്റെ LS720 SE സീരീസ്. നിങ്ങൾക്ക് വേറെയും ബ്രാൻഡ്സുകൾ പ്രിഫർ ചെയ്യാം, നോ ഇഷ്യൂ. ബട്ട് ഈ ഒരു ബിൽഡിൽ ഞാൻ തെർമൽ ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ പ്രതീക്ഷ നടത്തിയപ്പോൾ ഡീപ് കൂള് കുറേ കൂടെ സോ ഫോർ ബെറ്റർ എന്നുള്ള റിസൾട്ടാണ് വന്നത്. പല ബിൽഡേഴ്സും ഇപ്പോൾ ഡീപ് കൂള് യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ തെർമൽ എഫിഷ്യൻസി കാരണമായിരിക്കാം. കാരണം ഇപ്പോൾ കോർസെയറിനെക്കാട്ടിലും ചില സ്ഥലങ്ങളിൽ ഡീപ് കൂള് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഡീപ് കൂളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് PSU ആണ്. ഇതേപോലെ നിങ്ങൾക്കറിയാം 5950X ഉണ്ട്, അതേപോലെ തന്നെ 3080 Ti ഉണ്ട്, ഒബ്വിയസ്ലി ലിക്വിഡ് കൂളർ ഉണ്ട്, മൊത്തം ക്യാബിനിൽ 6 ഫാൻസോളം ഉണ്ട്. ഇതെല്ലാം കൂടെ യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള PSU തന്നെ വേണം. ഇൻ കേസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റിയ ഡീപ് കൂളിൻ്റെ തന്നെ DQ850 ഗോൾഡ് സർട്ടിഫൈഡ് PSU ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുള്ളി മോഡുലാർ PSU ആണ്. 10 ഇയർ വാറണ്ടി ഉണ്ട്, ഗോൾഡ് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ 4070 ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടാത്ത രീതിയിലാണ് ഈ ഒരു ബിൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ അതിന് കേബിൾ, ഇപ്പോൾ പുതിയ കേബിൾ PCI ഈ എന്താ പറയുക HW പവർ അല്ല എന്നാണ് പറയുന്നത് അല്ലേ ആഷിക്ക്? പുതിയ കേബിൾ അതല്ലല്ലോ 4070 Ti. അതെ, 4070 Tiക്കാണ് നമ്മൾ അഡീഷണൽ മറ്റേ ഒരു കേബിൾ വരുന്നത്. NVIDIAയുടെ ഒരു കേബിൾ ഉണ്ട് അഡീഷണൽ ആയിട്ട്, അത് നിങ്ങൾ മാർക്കറ്റിൽ വാങ്ങേണ്ടിയിരിക്കും. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല 4070ക്ക്. അപ്പോൾ നിങ്ങൾ 4070 മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ 4070 Tiയിലോട്ട് മാറ്റിയാൽ പോലും ആ ഒരു കൺവേർട്ടർ മാത്രം വാങ്ങിച്ച് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മുടെ ഈ ഒരു ബിൽഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമ്മുടെ ക്യാബിനറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കൂളർമാസ്റ്ററിൻ്റെ TD500 Mesh V2 Type C വേരിയൻ്റ് ആണ്. അതിപ്പോൾ ഈ റീസെൻ്റ്ലി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ഇത് ഡിസൈൻ വൈസ് ഉള്ള ഒരു വേരിയേഷൻ ഉണ്ട്. ഫ്രണ്ടിലൊരു ലോഗോ, കൂളർമാസ്റ്ററിൻ്റെ പൊതുവേ ലോഗോ എന്ന് പറയുന്നത് വേറൊരു ഡിസൈനിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം മാറി ആ ഒരു കട്ടൗട്ട്, ഹെക്സഗൺ കട്ടൗട്ട് മാത്രമാക്കി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ Type C ഫെസിലിറ്റി വരുന്നുണ്ട്. PSUവിൻ്റെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ PSUവിൻ്റെ ലുക്കുള്ള PSU ആണെങ്കിൽ, എസ്പെഷ്യലി സൈഡിൽ തെർമൽസും RGB ലൈറ്റിംഗ് ഒക്കെ കാണുന്ന PSU ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഷ്രൗഡ് ഒരു താഴത്തെ പ്ലേറ്റ് ഉണ്ട്, അത് ഇളക്കി ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലേസ് ചെയ്ത് അത് കവർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വഴി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാബിനറ്റാണ് കൂളർമാസ്റ്ററിൻ്റെ TD500 Mesh V2.
613 വയർലെസ് ഒരു കീബോർഡാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് കീബോർഡിലും അല്ലെങ്കിൽ ഗെയിമിംഗ് പെരിഫറൽസിലും നിങ്ങൾക്ക് മോസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ട് ഞാൻ പറയുന്നത് ലോജിടെക്കിൻ്റെ പെരിഫറൽസ് ആണ്. അതുകൊണ്ട് തന്നെ ലോജിടെക്കാണ് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതും അതേപോലെ തന്നെ കസ്റ്റമർ എടുത്തതും ലോജിടെക് തന്നെയാണ്. ഗൈസ്, ഈ ഒരു ബിൽഡിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഈ ടെസ്റ്റ് റിസൾട്ട്സ് പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ടെസ്റ്റ് റിസൾട്ട്സ് കാണിക്കൂ, ഗെയിം പ്ലേ കാണിക്കൂ. സത്യം പറഞ്ഞാൽ 5950X വിത്ത് 3080 Ti എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ FPS അതിൽ കിട്ടുന്നുണ്ടാവും. വാലോയിലൊക്കെ ആണെങ്കിൽ അബോവ് 300 FPS നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ GTA 5 കളിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 100+ FPS എന്തായാലും കിട്ടും. അത് RPയിലാണ് കേട്ടോ. റോൾ പ്ലേയിൽ ഉള്ള FPS ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ റോൾ പ്ലേ അല്ലാതെ നോർമലി ഓൺലൈൻ കളിക്കുകയാണെങ്കിൽ ഇതിനൊക്കെയും കൂടുതൽ FPS അതിൽ കിട്ടും. പിന്നെ ഗെയിംസിൻ്റെ FPS ഇതൊക്കെയാണ്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു കോംപ്രമൈസ്ഡ് ബിൽഡ് അല്ല. പിന്നെ മേജർലി ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ബിൽഡ് മാത്രമല്ല, ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ ഗെയിം അല്ല ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ടാണ് 5950X തന്നെ എടുത്തിരിക്കുന്നത്. ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബിൽഡ്. ഈ ബിൽഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ പ്രതീക്ഷ ബിൽഡ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ബിൽഡിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതേപോലത്തെ ബിൽഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ GeekBoZൻ്റെ ഫ്രണ്ട് ലൈനെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പേഴ്സും കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡു ചെക്ക് ഔട്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. ബ്യൂട്ടിഫുൾ ബിൽഡുകളുടെയൊക്കെ ലുക്ക് നിങ്ങൾക്ക് ഈ ഒരു പീസിൻ്റെയൊക്കെ എക്സാക്ട് ലുക്കും ഡീറ്റെയിൽഡ് സ്പെക്കൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് സൈനിങ്.